4 മാസം മുമ്പായിരുന്നു ഈ ഉദ്ഘാടന മാമാങ്കം. മെയ് 17-ന് സ്മാർട്ട് റോഡുകളുടെ പേരിൽ 3 വർഷം ദുരിതമനുഭവിച്ച തലസ്ഥാനവാസികൾക്ക് മന്ത്രി മുഹമ്മദ് റിയാസ് അന്ന് നൽകിയൊരു ഉറപ്പുണ്ട്. അതൊന്ന് കേട്ടാലോ. ഈ സ്മാർട്ട് റോഡുകളുടെ പ്രത്യേകത, ഈ റോഡുകൾ ഡക്റ്റുകളിൽ കുടിവെള്ള കണക്ഷൻ കേബിളുകൾ അതുപോലെ തന്നെ വൈദ്യുതി ഒക്കെ തന്നെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഈ റോഡുകൾ കുഴിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ ദീർഘകാലമായി ആഗ്രഹിച്ച ഒരു പദ്ധതിയാണ് ഇതിന്റെ ഭാഗമായി യാഥാർത്ഥ്യമാകുന്നത്. റിയാസിന് ഓർമ്മയുണ്ടായിരിക്കില്ല, പക്ഷെ നമുക്കങ്ങനെ മറക്കാൻ പറ്റുമോ? മന്ത്രി എന്താ പറഞ്ഞ്, ഇനി റോഡ് കുത്തിപ്പൊളിക്കേണ്ടി വരില്ലെന്നോ? അപ്പോ മന്ത്രി ഇവിടെ കമോൺ, കിള്ളിപ്പാലം അട്ടക്കുളങ്ങര സ്മാർട്ട് റോഡ്. ഇതെന്താ MP ഗോവിന്ദൻ പറഞ്ഞതുപോലെ ഇത് AI ഒന്നുമല്ല കേട്ടോ. പൊട്ടിയ സുവീജ് പൈപ്പ് കണ്ടെത്താനുള്ള ഗവേഷണമാണ് നടക്കുന്നത്. ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് 4 ദിവസമായി കേട്ടോ. സ്മാർട്ട് പൊളിക്കാൻ പാടില്ല, കേന്ദ്ര ഫണ്ടാണ്. പക്ഷെ ഇവരെന്താണ് കാണിക്കുന്നത് അറിഞ്ഞൂടാ. ഇപ്പൊ വാട്ടർ അതോറിറ്റിയുടെ പണിയാണോ ഓടയുടെ പണിയാണോ എന്നറിയില്ല. പൊളിക്കാൻ പാടില്ല. അതുമല്ല 2 വേ എന്നുള്ള ബോർഡ് വെച്ചിട്ടില്ല. നിരന്തരം അപകടം നടക്കാറുണ്ട്. റീലുണ്ടാക്കാനുള്ള തിടുക്കത്തിൽ സ്മാർട്ട് റോഡ് പദ്ധതി തന്നെ പാളിയെന്നാണ് ആക്ഷേപം. മഴയെന്ന് കേട്ടാൽ സ്മാർട്ട് റോഡിലെ കച്ചവടക്കാർക്ക് പേടിയാണ്. വെള്ളം കെട്ടില്ല, അശാസ്ത്രീയമായ നിർമ്മാണം കാണാൻ വെള്ളക്കെട്ട് ഇപ്പോഴും ഉണ്ട്. ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ വെള്ളം കെട്ടുന്ന തന്നെ വേണം പറയാം. എന്ത് സ്മാർട്ട് ആരൊക്കെ സ്മാർട്ട് ആയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇവിടെ സ്മാർട്ട് ആയിട്ടില്ല. 1 2 ഒന്നുമല്ല, ഈ റോഡ് സ്മാർട്ടാക്കാൻ 33 കോടി രൂപ ചെലവഴിച്ചെന്നാണ് വെപ്പ്. പൊളി റോഡുകളാണ് അധികാരികൾക്ക് എന്നും ഇഷ്ടം. പൊളി എന്ന് പറഞ്ഞാൽ പൊളിഞ്ഞ റോഡുകൾ. സ്മാർട്ട് റോഡുകൾ പൊളിക്കില്ലെന്ന മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വാക്ക് 4 മാസം കൊണ്ട് പൊളിഞ്ഞ് പാളീസായി. എന്താ അല്ലേ? ഇതൊക്കെയാണ് ചരിത്രം സൃഷ്ടിക്കൽ എന്ന് പറയുന്നത്.